രാവിലെ തന്നെ എൻ്റെ എല്ലാ ജോലികളും തീർത്ത് പെട്ടെന്ന് വെക്കണം കേട്ടോ. ഇന്ന് എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ള 2 പേര് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. നമുക്കറിയണ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ, അപ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കും. അത് നല്ല കാര്യമാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നൈഹൂനാണെങ്കിൽ സ്കൂളുണ്ട്, നൈനൂനില്ല കേട്ടോ. നൈഹൂൻ ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് ബസ് വരുന്നത്. അപ്പോൾ നേരത്തെ എണീച്ചില്ലെങ്കിൽ ശരിയാവില്ല, വീഡിയോസ് പോലും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് 5:30 ആയപ്പോൾ എഴുന്നേറ്റു. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും ആണ് കേട്ടോ. സാമ്പാറൊക്കെ ഞാൻ ഉണ്ടാക്കി, പിന്നെ രാത്രി ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സാമ്പാറിൽ പുളി ഒഴിക്കാൻ മറന്നു പോയിട്ടോ. സാരമില്ല, ഇങ്ങനെ അടുത്ത പ്രാവശ്യം ഒഴിക്കാം. എന്നിട്ട് നൈഹൂനെ റെഡിയാക്കി കുളിപ്പിച്ച്, പിന്നെ നൈഹൂനോട് ബാഗ് ഇട്ടിട്ട് വെറുതെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞു താറ്റൊക്കെ തന്നു കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അങ്ങനെ നൈഹൂനെ സ്കൂളിലേക്ക് പറഞ്ഞു കേട്ടോ. തിരികെ വന്നിട്ട് ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടാക്കി കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ചോറ് വേഗം ലാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് തണുത്ത് പോലും. പിന്നെ ഞാൻ ബീട്രൂട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഞാൻ ബീട്രൂട്ട് ആവുമ്പോഴേക്കും ഞാൻ വേഗം അവിടെ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. എൻ്റെ 10 മണി ആകുമ്പോഴേക്കും എല്ലാ പണിയും തീർന്നു കേട്ടോ. പിന്നെ രാവിലത്തെ സാമ്പാർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഒരു തോരൻ മാത്രം വെച്ചാൽ മതിയല്ലോ. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വരുമ്പോഴേക്കും ഞാൻ അവരെ കാത്തിരുന്ന് അവരൊരു 10:30-11 മണി ആയിട്ടോ വരുമ്പോൾ. അങ്ങനെ അവർ വന്നു, ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അവർ തെലുങ്കാട്ടോ, പക്ഷെ അവർക്ക് ഹിന്ദി അറിയാം. എനിക്ക് ഹിന്ദി അറിയാമെന്ന് വെച്ചാൽ അറിയാം, അറിയില്ലേന്ന് വെച്ചാൽ അറിയില്ല, കുറച്ചീശെ അറിയാം. എന്നാലും ഞാൻ പറഞ്ഞ് ഒപ്പിച്ചു, അവർക്ക് മനസ്സിലായെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് അതിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാമെന്നാണ്, നാളെ ഐസിങ്ങും പറഞ്ഞു കൊടുക്കാമെന്നാണ് കേട്ടോ. അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്തു, അവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ കുറേ കേക്കിൻ്റെ സംഭവങ്ങളൊക്കെ അവരെയും കൊണ്ടാട്ടോ ചെയ്യിപ്പിച്ചത്. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവർ തന്നെ ചെയ്യണം. നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ അവിടെ പോകുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം, അപ്പോൾ നന്നായിട്ടുണ്ടാവും, അല്ലാതെ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്ത്. എനിക്ക് തോന്നുന്നത് കുറേ പേരൊന്നും ഇങ്ങനെ നമ്മൾക്ക് പറഞ്ഞു തരില്ല കേട്ടോ, ചിലവരൊക്കെ പറഞ്ഞു തരുള്ളൂ. എൻ്റെ അടുത്ത് ഒരു പറഞ്ഞു പൈസ തരാമെന്നൊക്കെ, പക്ഷെ ഞാൻ പൈസയൊന്നും വേണ്ട പറഞ്ഞു. കാരണം ഞാൻ ബിസിനസ്സായിട്ട് നടത്തണമല്ലല്ലോ. ബിസിനസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ്സായിട്ട് കേക്ക് ബേക്കിംഗ് ക്ലാസ് ആയിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ശരി, ക്ലാസ് പൈസ മേടിക്കാം. പക്ഷേ ഇത് നമുക്കറിയണ കാര്യങ്ങൾ വല്ലപ്പോഴും കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ വലിയ തെറ്റൊന്നുമില്ല, അതിന് പൈസ മേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ കഴിഞ്ഞു. അവർ ഒരു 12:30 ആയപ്പോൾ പോയി. പിന്നെ മുട്ടയൊക്കെ പൊരിച്ച് ചോറുണ്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമുക്കിവിടെ മെഡിറ്റേഷൻ, യോഗ, സൂര്യ നമസ്കാരം അങ്ങനത്തെ എന്തോ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറയും ഇതൊക്കെ ചെയ്തിട്ട് വയ്യാതായി, ഞാൻ കിടപ്പിലായി. വന്നിട്ട് ഞാൻ കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവിടെയും കുറച്ച് നേരം കിടന്നു. അങ്ങനെ തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.